നമസ്കാരം. കാലം തെറ്റി പെയ്യുന്ന മഴ ഇപ്പോൾ കേരളത്തിൽ പതിവായിരിക്കുകയാണ്. മഴമേഘങ്ങൾ മാനത്ത് നിറയുമ്പോൾ മലയാളിക്ക് നെഞ്ചിൽ തീയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് തന്നെ പറയാം. പണ്ട് മഴയെന്ന് കേൾക്കുമ്പോൾ കുളിര് കോരുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മഴയെന്ന് കേൾക്കുമ്പോൾ മലയാളിക്ക് ഭയമാണ് തോന്നുന്നത്. പല രീതിയിലുള്ള മഴയുടെ താണ്ഡവങ്ങൾ ഇതിനോടകം തന്നെ നാം കണ്ടു കഴിഞ്ഞു. പുതിയ മഴ മുന്നറിയിപ്പ് എത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്കും സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തി പ്രാപിച്ച് ബുധനാഴ്ചത്തോടെ തെക്ക് പടിഞ്ഞാറൻ ഉൾക്കടലിൽ ശ്രീലങ്ക തമിഴ്നാട് തീരത്തിന് സമീപം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ അല്ലെങ്കിൽ നേരിയ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഡിസംബർ 11-ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ബുധനാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും മുന്നറിയിപ്പിലുണ്ട്. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കൂടാതെ മറ്റന്നാൾ വരെ വടക്ക് കിഴക്കൻ അറബിക്കടലിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാലവർഷക്കലി കള്ളക്കർക്കിടകത്തോടുകൂടി തീരേണ്ടതാണ്. പക്ഷേ ഈ വർഷം കണക്കുകളെല്ലാം തെറ്റിപ്പോകുന്നു. കാലം തെറ്റിപ്പെയ്യുന്ന മഴ എല്ലാവരെയും ആശങ്കയിലാക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുതായി കാണരുതെന്ന് വിവരമുള്ളവർ പണ്ടേ പറയുന്നതാണ്. പ്രകൃതി നശീകരണത്തിന്റെ അനന്തരഫലങ്ങൾ അതൊക്കെ ഏതോ കാലത്ത് വരാൻ പോകുന്നതല്ലേ എന്ന് ചിന്തിച്ചിരുന്നവർക്ക് പോലും ഇപ്പോൾ നെഞ്ചത്ത് കൈവയ്ക്കുന്ന അവസ്ഥയാണുള്ളത്. ഒന്നുകിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വരുന്ന കൊടും മഴ, അല്ലെങ്കിൽ സൂര്യാഘാതം വരുത്തുന്ന കൊടും ചൂട് എന്നതാണ് ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇന്ത്യയിലും കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. മഴ മുന്നറിയിപ്പുകളെ സാധാരണ പോലെ അവഗണിച്ച് ശീലിച്ച മലയാളിക്ക് ഇന്നത്തെ ഒരു പേക്കിനാവായി മാറിയിരിക്കുന്നു എന്ന് പറയാം. മാനം കറക്കുമ്പോഴേ മനമിടിക്കുകയാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ അത്തരം ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥ പ്രവചനാതീതമായിരിക്കുകയാണ്. എപ്പോഴെന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥ. ആർക്കും ഒന്നും മുൻകൂട്ടി പറയാൻ സാധിക്കുന്നില്ല. മഴയും വേനലുമെല്ലാം കാലം തെറ്റി എത്തുകയാണിപ്പോൾ. എന്ത് കാലാവസ്ഥാ മാറ്റം എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കുന്നില്ല. കാലാവസ്ഥാ വിദഗ്ധർക്ക് പോലും പിഴച്ചു പോകുന്നു. ലോകം മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നുണ്ട്. എത്ര അനുഗ്രഹീതമായ കാലാവസ്ഥ ഉണ്ടായിരുന്ന നാടായിരുന്നു കേരളം. മഴയും മഞ്ഞും വേനലും എല്ലാം മിതമായിരുന്നു. ആ അനുഗ്രഹീത കാലാവസ്ഥ ഇന്ന് എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു. ഈ മഴ മലയാളിക്ക് ദുരിതം വിതയ്ക്കാതിരിക്കട്ടെ. കൂടുതൽ കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.